കരുവാരകുണ്ടിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി സഹകരണ ആശുപത്രിയുടെ പ്രചരണാർത്ഥം 2025 ജനുവരി 12 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് പുന്നക്കാട് ഹോസ്പിറ്റൽ സൈറ്റിൽ വെച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. PMSA മെമ്മോറിയൽ മലപ്പുറം ജില്ലാ സഹകരണ ആശുപത്രിയുടെ പുതിയ ശാഖയായാണ് കരുവാരകുണ്ട് പുന്നക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി സഹകരണ ആശുപത്രി തുടങ്ങുന്നത്. ജനുവരി 12 ഞായറാഴ്ച നടക്കുന്ന മെഡിക്കൽ ക്യാമ്പിൽ 12ഓളം വിദഗ്ധ ഡോക്ടർമാരാണ് പങ്കെടുക്കുന്നത്. ക്യാമ്പിൻ്റെ വിജയത്തിനാവശ്യമായ കൂടിയാലോചനാ യോഗം ഹോസ്പിറ്റൽ സൈറ്റിൽ വെച്ച് നടന്നു. ബ്രോഷർ പ്രകാശനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ VP ജസീറ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തിൽ അബ്ദുൽ ലത്തീഫ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. കഴിഞ്ഞ 30 വർഷക്കാലമായി ആതുര സേവന രംഗത്ത് അത്യാധുനിക സംവിധാനങ്ങളുമായി മുന്നേറുന്ന മലപ്പുറം ജില്ലാ സഹകരണ ആശുപത്രിയുടെ കീഴിൽ ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ കിഴക്കൻ ഏറനാടൻ മലയോര മേഖലയിലെ ജനവിഭാഗങ്ങൾക്ക് കൂടി മികച്ച പരിചരണം നൽകുന്നതിനായി കരുവാരകുണ്ടിൽ 16 കോടി രൂപ ചെലവഴിച്ച് 104 സെൻറ്റ് ഭൂമിയിൽ 50,000 ചതുരശ്ര അടി വിസ്തൃതിയിലായി 150 ബെഡ് കിടത്തി ചികിത്സാ സൗകര്യത്തോടെയുള്ള ആസ്പത്രിയാണ് 2025 ഫെബ്രുവരി മാസം പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത്. കരുവാരകുണ്ട് പഞ്ചായത്തിനെ കൂടാതെ തൂർ, മേലാറ്റൂർ, കാളികാവ്, ചോക്കാട്, എടപ്പറ്റ എന്നീ പഞ്ചായത്തുകളിലുള്ളവരും അത്യാഹിത ഘട്ടങ്ങളിൽ മികച്ച ചികിത്സയ്ക്കായി ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നതിനാൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും പരിഹാരവും ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാ തരത്തിലും ആശ്വാസകരമാകുക എന്നതുമാണ് PMSA ആസ്പത്രിയുടെ ലക്ഷ്യം. ജനുവരി 12 നടക്കുന്ന മെഡിക്കൽ ക്യാമ്പ് ഏവർക്കും സൗകര്യപ്രദമായി നടത്തി വിജയകരമാക്കാനും യോഗത്തിൽ തീരുമാനമായി. PMSA ഹോസ്പിറ്റൽ സെക്രട്ടറി സഹീർ കാലടി, N ഉണ്ണീൻകുട്ടി, KK ജെയിംസ് മാസ്റ്റർ, V ആബിദലി, TA ജലീൽ തൂർ, ചാലിൽ ബാബു എടപ്പറ്റ, ഹംസ സുബ്ഹാൻ, TD ജോയി, സാദിഖ് പറമ്പിൽ, കുഞ്ഞുട്ടി അങ്ങാടി, വയലിൽ ജോയി എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ നാണിത്തങ്ങൾ നന്ദി പറഞ്ഞു. കരുവാരകുണ്ട് നമ്മളൊരു സ്വപ്ന പദ്ധതിയാണ് തുടങ്ങുന്നത്. പ്രത്യേകിച്ചറിയല്ലോ, കരുവാരകുണ്ട് മലയോര മേഖല ഉൾപ്പെടെ ഈ പ്രദേശത്ത് ആശുപത്രികളില്ല എന്ന ജനങ്ങളുടെ ആവശ്യകതകളൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ ഇത്ര വലിയൊരു പ്രൊജക്ട് ചെയ്ത് ലാഭത്തിനേക്കാൾ ഉപരി ഈ മേഖലയിലേക്ക് ആതുര സേവനം എത്തിക്കുക എന്നതാണ് ഞങ്ങൾ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. അപ്പൊ ഈ നാട്ടിലെ ജനങ്ങളുടെ പൂർണ്ണമായ സഹായങ്ങളും സഹകരണങ്ങളും പിന്തുണയാണ് നമ്മൾ തേടുന്നത്. അപ്പൊ ഇതിന്റെ പ്രചരണത്തിന് മുന്നോടിയായിട്ട് നമ്മൾ ജനുവരി 12 ഒരു വലിയ മെഡിക്കൽ ക്യാമ്പാണ് നടത്തുന്നത്. 12 ഡോക്ടർമാരാണ് ഈ ക്യാമ്പിൽ പങ്കെടുക്കാൻ പോകുന്നത്. നമ്മളെ മലപ്പുറം ജില്ലാ സഹകരണ ആശുപത്രിയിലെ ഏറ്റവും സീനിയർ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഗഗൻ വേലായുധൻ, പെരിന്തൽമണ്ണ MES കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറും മലപ്പുറം ജില്ലാ സഹകരണ ആശുപത്രിയിലെ ഓർത്തോ വിഭാഗത്തിന്റെ ഹെഡ് കൂടിയായ ഡോക്ടർ മുഹമ്മദ് ഷക്കീബ് മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുക്കുന്ന രോഗികൾക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ബ്ലഡ് ടെസ്റ്റുകൾ പൂർണ്ണമായും സൗജന്യമായിട്ട് നൽകും. ECG പൂർണ്ണമായും സൗജന്യമായിട്ട് നൽകും. ലഭ്യമാകുന്ന മരുന്നുകളും ഞങ്ങൾ അന്ന് സൗജന്യമായിട്ട് ക്യാമ്പിൽ നൽകും. നമ്മുടെ നാട്ടിലെ അറിയാം, നിരവധി രാത്രി പല രീതിയിലുള്ള അപകടങ്ങളും ഹൈജാക്ക് ഉൾപ്പെടെയുള്ള മരണങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടുണ്ട്. നമുക്കൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം. തൊട്ടടുത്ത മഞ്ചേരിയോ പെരിന്തൽമണ്ണ എത്തുമ്പോഴേക്ക് ആള് മരണപ്പെട്ട നിരവധി സംഭവങ്ങൾ നാട്ടിലുണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഭാരവാഹികൾ എന്നെ വന്ന് സമീപിച്ചപ്പോൾ, പഞ്ചായത്ത് ഭരണസമിതിയെ സമീപിച്ചപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ യാതൊരു കാഴ്ചപ്പാടും അതിൽ രാഷ്ട്രീയമായിട്ട് വേറെ ഒന്നും ചിന്തിക്കാതെ, ഒന്നും ഇല്ലാതെ എടുത്തു ചാടി എന്ന് പറയുന്ന പോലെ ഇവർ ആവശ്യപ്പെട്ട പഞ്ചായത്തിന്റെ പരിധിയിൽ ഒതുങ്ങി നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വളരെ ആത്മാർത്ഥമായി ചെയ്തിട്ടുണ്ട്. ബസ് സ്റ്റോപ്പ് അല്പം പൊളിച്ചു മാറ്റി നീക്കുന്നവരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. എനിക്കൊരു അഭിപ്രായം, അടുത്ത ബസ് സ്റ്റോപ്പ് പൊളിച്ച് പഞ്ചായത്തിന്റെ ഇടപെടലുകൾ മാറ്റാൻ പറ്റുന്നതായിട്ട് മാറ്റി നല്ലൊരു ബസ് സ്റ്റോപ്പ് ആശുപത്രി മാറ്റിയെടുക്കേണ്ടത്. നമുക്കറിയാം, കരുവാരകുണ്ട്, കാളികാവ്, ചോക്കാട്, അതുപോലെ തന്നെ എടപ്പറ്റ, തുമ്പൂർ പഞ്ചായത്തുകളൊക്കെ തന്നെ ഇതിന്റെ ഭാഗമാവേണ്ട ആളുകളും അതുപോലെ തന്നെ അവിടെ നിന്നൊക്കെ തന്നെ ആളുകളുടെ ഒരു സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വിചാരിച്ചതുപോലെ ഈ ഒരു ഹോസ്പിറ്റലിന്റെ വിജയം ഇവിടെ സാധ്യമാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഈ ഒരു മെഡിക്കൽ ക്യാമ്പ് എന്ന് പറയുന്നത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ മെഡിക്കൽ ക്യാമ്പിനെ വിജയിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ഇവിടെ സെക്രട്ടറി ഒരു കണക്കൊക്കെ പറയുകയുണ്ടായി, ഓരോ പഞ്ചായത്തിൽ നിന്നും ഇത്ര പേര് എന്നുള്ള രീതിയിലുള്ള രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് നല്ലൊരു വിജയമായി മാറാൻ സാധ്യതയുണ്ട്. കാരണം ഇന്നിവിടെ ഒരുപാട് പ്രതിസന്ധികൾക്ക് അപ്പുറത്തേക്ക് ഇപ്പൊ ഇന്ന് ഇത് യാഥാർത്ഥ്യമാവുമ്പോൾ
ചില ഭാഗങ്ങളിലൊക്കെ ഇത് അറിയാത്ത ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അവിടേക്കൊക്കെ ഇത് എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഈ തെരഞ്ഞെടുക്കുന്ന ടീമിന്റെ ആയാലും അതുപോലെ തന്നെ ഇപ്പൊ ഈ കൂടിയവരുടെ ആയാലും നമ്മുടെ ഈ മെഡിക്കൽ ക്യാമ്പിന്റെ ഒക്കെ ലക്ഷ്യം അതുപോലെ തന്നെയാണ്. ഈ ഒരു ആശുപത്രിയോട് ഇതിന്റെ തുടക്ക സമയം മുതൽ തന്നെ വളരെ ക്രിയാത്മകമായി അതിലൂടെ സഹകരിച്ച് പോയിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടുന്ന ഞാൻ പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനം. ഇതിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഷെയർ വിതരണം ചെയ്യുന്ന സമയത്തുൾപ്പെടെ അതിൽ പങ്കെടുത്തുകൊണ്ട് അതിന്റെ ഷെയർ സ്വീകരിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ അഭിമാനപൂർവ്വമാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഈ സ്ഥാപനം സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കാം. കച്ചവട താല്പര്യങ്ങൾക്കപ്പുറം പലപ്പോഴും പലതും പല ആതുരാലയങ്ങളും കച്ചവട സ്ഥാപനങ്ങളായി മാറുന്ന ഒരു കാലത്ത് സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന് എല്ലാവിധ ഭാവുകങ്ങളും ഒപ്പം ഈ മെഡിക്കൽ ക്യാമ്പും വിജയിപ്പിക്കുന്നതിനാവശ്യമായ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞു. കാലാകാലങ്ങളായിട്ട് ചികിത്സ ഒരു പ്രശ്നം വന്നാൽ ഒരു ഹോസ്പിറ്റലില്ലാത്ത ദുഃഖം ഈ കാലത്ര നമ്മൾ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇതുപോലെ ഒരു വലിയ ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല വലിയൊരു ഹോസ്പിറ്റൽ കൊണ്ടുവന്നാൽ PMSന്റെ ബാനർ സമിതിക്കും അതിന്റെ സംഘാടകർക്കും കരുവാനിലെ മണ്ഡലമോത്സവത്തിന്റെ പ്രസിഡന്റുകാർക്ക് ഇതിന് വേണ്ട എല്ലാവിധ പിന്തുണയും ഉണ്ടാവുമെന്ന് മാത്രം. വലിയൊരു മാറ്റം നമ്മളെ ഈ മലയോര പ്രദേശത്തിന് ഉണ്ടാക്കുന്ന വലിയൊരു സംരംഭത്തിനാണ് നമ്മൾ തുടക്കം കുറിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് എനിക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പർ സൂചിപ്പിച്ചതുപോലെ നമ്മളെ വാർഡ് തലത്തിലോ അല്ലെങ്കിൽ പഞ്ചായത്ത് തലത്തിൽ നമ്മുടെ ഈ ക്യാമ്പിന്റെ ഒരു പ്രചരണം നടത്തുന്നത് നന്നായിരിക്കും. വലിയ ഒരു പബ്ലിസിറ്റി അതിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നമുക്കറിയാം, കരുവാരുണ്ടെ സംബന്ധിച്ച് എല്ലാ ക്ലബുകളും പല വിധത്തിലുള്ള മെഡിക്കൽ ക്യാമ്പുകൾ നടത്തി പരിചയമുള്ള ആളുകളാണ് കരുവാരുണ്ടെ പഞ്ചായത്തിലുള്ള മിക്ക ക്ലബുകളും. അതുകൊണ്ട് നമ്മുടെ ഈ മെഡിക്കൽ ക്യാമ്പിനും കരുവാരുണ്ടെ പഞ്ചായത്തിലും ഇതിന്റെ പരിസരത്തുമുള്ള എല്ലാ ക്ലബുകാരുടെയും അകമഴിഞ്ഞ സപ്പോർട്ടും ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സഹകരണ ഹോസ്പിറ്റല് വരുന്ന സമയത്ത് ഇതിന്റെ ഷെയർ എടുക്കുന്ന സമയത്തൊക്കെ ഇടപ്പറ്റിയുടെ പരിപൂർണ പിന്തുണ ഹോസ്പിറ്റലുണ്ടായിട്ടുണ്ട്. അവിടുത്തെ രാഷ്ട്രീയ ഭേദമന്യേ വലിയൊരു വിഭാഗം ആളുകൾ ഷെയർ ഇനിയും ഹോസ്പിറ്റലിലും ബാക്കി കാര്യങ്ങൾക്കും ഓരോ കരുവാരകുണ്ടുകാരനും അതുപോലെ തന്നെ തൊട്ടടുത്ത പഞ്ചായത്തുകളാണ് എടപ്പറ്റ, തുവൂര്, കാളികാവ്, ചോക്കാട് അവരുടെ ജനങ്ങളൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരു സംവിധാനത്തിനാണ് ഈ സഹകരണ ഹോസ്പിറ്റൽ തുടക്കമിട്ടത്. ഈ മലയോര ഗ്രാമത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന നല്ല ഒരു ആതുരാലയം ഏതൊരു കരുവാരകുണ്ടുകാരൻ്റെയും മറ്റു പഞ്ചായത്തിലെ ജനങ്ങളുടെയും ഒരു സ്വപ്നമായിരുന്നു. അതിവിടെ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. കിഴക്കൻ ഏറാടിന്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന കരുവാരുണ്ട് ഒരു നീണ്ട കാത്തിരിപ്പിന് വേണ്ടി ജനം ആഗ്രഹിച്ച് യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു അത്ഭുതകരമായ ഒരു മേഖലയിൽ നിന്നാണ് ഇരിക്കുന്നത്. ദൂരെ മുതൽ ഏപ്പിക്കാട്, കരുവാരുണ്ട്, കാളിയാവ് ഈ മേഖലയിൽ നിന്നുള്ള ഏറ്റവും ആഗ്രഹിച്ചൊരു പദ്ധതിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി വളരെ ശക്തമായി മുന്നോട്ട് വന്ന് വൻകിട ഹോസ്പിറ്റലിന്റെ പിടിയിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ട് ഈ പ്രദേശത്ത് സാധാരണക്കാർക്ക് ഒരു വെളിച്ചവും അതുപോലെ തന്നെ അപ്പുറത്ത് ഒരു പ്രതീക്ഷയിൽ നൽകിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തിന് കേരള കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാവരുടെ ആശംസകളും. നമ്മുടെ നാടിന്റെ ഈ സ്വപ്ന പദ്ധതി പ്രാബല്യത്തിലാകാൻ പോകുന്ന ഈ വേളയിൽ ഇതിനു വേണ്ട ഇതുപോലത്തെ എല്ലാ ചില പരിപാടികളിലും KMCCയുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്നും നമ്മുടെ ഈ ഹോസ്പിറ്റലിന്റെ വരവ് അറിയിച്ചുകൊണ്ട് നടത്താൻ പോകുന്ന ഈ മെഡിക്കൽ ക്യാമ്പിന്റെ വിജയത്തിനു വേണ്ടി വിളിച്ചു ചേർത്ത ഈ യോഗത്തിൽ വളരെ ആത്മാർത്ഥമായി പങ്കെടുത്തുകൊണ്ട് ഇത് വിജയിപ്പിച്ചതിനെ ആദ്യമായി ഒറ്റവാക്കി അറിഞ്ഞോ, കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം. +2 കഴിഞ്ഞവർ അബാക്കസ് അധ്യാപകരായി മാറുന്നു. ബിസ്മാർട്ട് അബാക്കസിന്റെ വിമൻ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം. ആഴ്ചയിൽ 1 ദിവസം ജോലിയും വരുമാനവും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം. 20,000-ഓളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു. ബിസ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും. കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക. ബിസ്മാർട്ട് അബാക്കസ് 9447164411.